ജമാഅത്തെ ഇസ്ലാമിയെ തള്ളാതെ പാണക്കാട് തങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം ഇപ്പോൾ തുടങ്ങിയതല്ല എന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ശിഹാബ് തങ്ങളുടെ കാലത്ത് രൂപീകരിച്ച മുസ്ലിം സൗഹൃദവേദി ഒന്നിച്ചുള്ള മുന്നേറ്റത്തിനുള്ള ശ്രമമായിരുന്നു. അടുത്ത കാലത്തായി ജമാഅത്തെ ഇസ്ലാമി മുന്നണിക്ക് വോട്ട് ചെയ്യുന്നു. അത് നിഷേധിക്കേണ്ട കാര്യമില്ലെന്നും പാണക്കാട് തങ്ങൾ. മാതൃഭൂമി ദിനപത്രത്തിലെ പ്രത്യേക അഭിമുഖത്തിലാണ് തങ്ങളുടെ പരാമർശങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി ലിജോ വർഗീസാണ് ചേരുന്നത്. ലിജോ, ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടുതൽ അടുക്കുന്നു എന്നതിന്റെ സൂചനയാണോ ഇപ്പോൾ പാണക്കാട് തങ്ങളുടെ ഒരു പരാമർശം? കുറച്ച് കാലങ്ങളായി ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമായിട്ടുള്ള ഒരു ബന്ധം എന്ന നിലയിൽ തന്നെ ഇത് വളർന്നിട്ടുണ്ട്. അതിന് പ്രധാനമായും UDF കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനം എന്ന നിലയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വന്നതാണ്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം ഇപ്പോൾ നടന്ന ഇപ്പോഴത്തെ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലും അത്തരത്തിലുള്ള നീക്കം അല്ലെങ്കിൽ നീക്കുപോക്കുകളുണ്ടായി. അത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയായി വന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉള്ള പ്രതികരണം അത് വളരെ കൃത്യമായി മുമ്പോട്ട് വെക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ലീഗിന്റെ ബന്ധം അത് നേരത്തെ മുതലുള്ളതാണ്. ലീഗിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ശിഹാബ് തങ്ങളുടെ കാലത്ത് തന്നെ മുസ്ലിം ഐക്യവേദി എന്ന പേരിൽ ഈ സംഘടനകളുടെ ഐക്യം, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ ഐക്യം എന്ന നിലയിൽ അത്തരത്തിൽ ഒരു മുസ്ലിം ഐക്യവേദി ഉണ്ടായിരുന്നതാണ്. അന്ന് മുതൽ തുടങ്ങിയ പ്രവർത്തനമാണ്, അതിപ്പോൾ തുടങ്ങിയതല്ല എന്നുള്ളതാണ്. പക്ഷേ മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിൽ MK മുനീറിനെ പോലെയുള്ള KM ഷാജിയെ പോലുള്ള നേതാക്കളെ സംബന്ധിച്ച് അവർക്ക് അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായം പാർട്ടിക്കുള്ളിൽ വളരെ കൃത്യമായി പറയുകയും അത്തരത്തിലൊരു ഭിന്നസ്വരം അവിടെ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ CPM എന്ന സംഘടന വളരെ കൃത്യമായി CPM കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ ശക്തമായി ഈ വിഷയം മുന്നോട്ട് വെക്കുന്നതാണ്. ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ലീഗിന്റെ ബന്ധം അതിന് മറ്റൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ആശയധാരയെ തന്നെ തുരങ്കം വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ജമാഅത്ത് ഇസ്ലാമി കുറെ കൂടി ഒരു മുസ്ലിം രാഷ്ട്രം അല്ലെങ്കിൽ മുസ്ലിം സ്വത്വവാദം എന്ന നിലയിൽ തന്നെ വലിയ തോതിൽ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുമായി ലീഗ് ചേരുന്നത് ലീഗ് ഒരു തീവ്രവാദ സംഘടനകളോട് ചേർന്ന് നിൽക്കുന്നതിന് തുല്യമാണെന്നുള്ള വലിയ രൂക്ഷമായ വിമർശനം CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് അതങ്ങനെയല്ല, തങ്ങൾക്ക് കൃത്യമായൊരു നിലപാട് ഇക്കാര്യത്തിലുണ്ട്. അത് നേരത്തെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് പോകുന്ന പ്രവർത്തനം തങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം വിശദീകരിക്കാൻ ഇപ്പോൾ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ തീരുമാനമെടുക്കുന്നത്. സാദിഖ് തങ്ങൾ അത് പറഞ്ഞു വെക്കുന്നതും ആ തരത്തിലാണ്. ഇതോടൊപ്പം തന്നെയാണ് സമസ്തയുടെ മറ്റൊരു വിഭാഗമായ AP സമസ്ത വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രംഗത്ത് വന്നത്. മുസ്ലിം തീവ്രവാദത്തെ വളർത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധമുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള ആരോപണം വളരെ ശക്തമായി ഉന്നയിക്കുന്നു. അവരുടെ ആശയധാര തന്നെ മറ്റൊന്നാണ്. ഇതൊരു ഏറ്റവും പ്രധാനമായി ഒരു മുസ്ലിം രാഷ്ട്രം എന്ന നിലയിലേക്ക് തന്നെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായി ചേർന്ന് നിൽക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു സംഘടന എന്ന നിലയ്ക്ക് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ അവർ പഴിക്കുകയും ചെയ്യുന്നു. ആ സമയത്താണ് EK വിഭാഗം സമസ്തയുടെ പിന്തുണയുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ EK വിഭാഗം സുന്നി വിഭാഗക്കാരായിട്ടുള്ള ആളുകൾ കൂടുതലുള്ള മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നത്. ഒരു പക്ഷേ വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്ക് സാധ്യതയുള്ള അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയിലേക്ക് ഈ വിഷയം മുമ്പോട്ട് പോകും. ഒപ്പം തന്നെ ലീഗിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു നിലപാട് എന്താണ്, പ്രത്യേകിച്ച് MK മുനീറും KM ഷാജി അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ലീഗ് വളരെ തുറന്നു തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആ തരത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഇനി ഈ വർഷം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF എന്ന നിലയിൽ തന്നെ ആയിരിക്കണം ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആ തരത്തിലേക്ക് മുമ്പോട്ട് പോകുന്നു, അത് കുറെ കൂടി വ്യക്തതയോടുകൂടി വരുന്നു എന്നുള്ള കാര്യവും ഈ അഭിമുഖത്തിലൂടെ വ്യക്തമാവുകയാണ്. ലിജോ, കഴിഞ്ഞ ദിവസം VD സതീശൻ പ്രതികരിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ CPIM-നാണ് ലഭിക്കുന്നത്, CPIM-നാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ലിജോ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ MK മുനീർ ആണെങ്കിലും KM ഷാജി ആണെങ്കിലും ഒക്കെ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളാണ്. അപ്പോൾ ഈ ഒരു പാണക്കാട് തങ്ങളുടെ പരാമർശം UDF-നുള്ളിൽ ഏതു തരത്തിലായിരിക്കും ഒരു ചർച്ചയ്ക്ക് വഴിവെക്കുക?
കാര്യത്തിൽ വി ഡി സതീശന്റെ നിലപാടും അതോടൊപ്പം തന്നെ എം കെ മുനീറിന്റെയും കെ എം ഷാജിയുടെ നിലപാടും അത് വ്യത്യസ്തമാണ്. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വെക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി നേരത്തെ CPM-ന് ബന്ധമുണ്ടായിരുന്നതാണ്. CPM ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വിശദീകരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതായത് നിലവിൽ UDF-നൊപ്പം നിൽക്കാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുൻപ് ഇടതുപക്ഷവുമായി ചേർന്ന് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ആ ഒരു നിലപാട്, അതായത് തങ്ങളെടുത്ത നിലപാടിൽ തെറ്റില്ല എന്നുള്ള കാര്യം വിശദീകരിക്കാനാണ് വി ഡി സതീശൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ പരസ്യമായ അത്തരത്തിലൊരു വിശദീകരണത്തിലേക്ക് വരുന്നില്ലെങ്കിൽ പോലും എം കെ മുനീറും അതോടൊപ്പം തന്നെ കെ എം ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം ലീഗ് എന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക്, അല്ലെങ്കിൽ അതിലെ അണികൾ എന്ന് പറയുന്നത് അത് സമസ്ത എന്ന മതസംഘടനയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. EK വിഭാഗം സമസ്ത എന്ന കേരളത്തിൽ തന്നെ ഏറ്റവും പ്രബലരായിട്ടുള്ള ഒരു സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരുടെ വോട്ടുകളാണ്, അല്ലെങ്കിൽ അവരാണ് ലീഗിന്റെയും അണികൾ. ഈ രണ്ട് ആശയധാരകൾ, മതപരമായി രണ്ട് ആശയധാരകൾ, അത് സുന്നി വിഭാഗത്തിന്റെ ആശയധാരയും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയധാരവും രണ്ടാണ്. ഈ ആശയധാര ഒന്നായി പോയാൽ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇപ്പോൾ മതപരമായി ഇവർ പാലിക്കുന്ന പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത രീതിയിലും മുമ്പോട്ട് പോകുന്ന രണ്ട് സംഘടനകൾ ഒരുമിക്കുന്നു എന്നത് മറ്റു തരത്തിൽ ദോഷം ചെയ്യും. അത് AP വിഭാഗം ആരോപിക്കുന്ന പോലെ തന്നെ ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയുമായി ചേർന്ന് നിൽക്കുന്നത് കുറെ കൂടി ഒരു ജനാധിപത്യപരമായ, അല്ലെങ്കിൽ കുറെ കൂടി മതനിരപേക്ഷത എന്ന നിലയിൽ മുമ്പോട്ട് പോകുന്ന ലീഗിനെ സംബന്ധിച്ച് വലിയ ദോഷം ചെയ്യുമെന്നുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ എം കെ മുനീറിനും അതോടൊപ്പം തന്നെ കെ എം ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കൾ എടുക്കുന്നത്. അല്ലെങ്കിൽ മറ്റു നേതാക്കൾ പരസ്യമായി ഇക്കാര്യം പറയാതിരുന്നിടത്തോളം കാലം അത് ആ തരത്തിൽ മുമ്പോട്ട് പോവുകയായിരുന്നു. പക്ഷെ പരസ്യമായി ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം ഇപ്പോൾ തുടങ്ങിയതല്ല, അതിന് ഒരു ചരിത്രത്തിന്റെ പിന്തുണ കൂടിയുണ്ടെന്ന് വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിലും ഇത് കൂടുതൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ. അതെ ലിജോ, അത് തന്നെയാണ് പാണക്കാട് തങ്ങളുടെ ഒരു പരാമർശം, പ്രസ്താവന വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും എന്നുള്ളത് ഉറപ്പാണ്.